ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാണാനൊരു മുട്ടസിറിക്കൊക്കെ പോലെ ഇരിക്കുമെങ്കിലും അതല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ പച്ചരിയും അതുപോലെ തന്നെ ഉഴുന്നും കുതിർത്തി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മണിക്കൂർ കുതിർത്ത് ഞാൻ രാത്രി കണ്ട കുതിർത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിക്ക് നമ്മൾ 1/4 ഗ്ലാസിൻ്റെ അടുത്ത് അത്രേ ഉഴുന്നെടുത്തിട്ടുള്ളൂ. ഒരുപാട് എടുക്കണ്ട. ഏകദേശം സ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 3-3.5 ടേബിൾ സ്പൂൺ ഉഴുന്നുണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിനി കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ പകലാണ് കുതിർത്തെങ്കിൽ ഒരു 3 മണിക്കൂർ കുറഞ്ഞത് കുതിർത്തി വെച്ചാൽ മതി. അപ്പം മിക്സിയുടെ ജാറിൽ നമുക്കിത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ കണ്ണൂർ സൈഡിലൊക്കെ മുട്ടുസിർക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പച്ചരിയും ചോറും ഒക്കെ അരച്ചിട്ടാണ് കേട്ടോ. ഇത് അതുപോലെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം അരിയുടെ താഴെ കിടക്കുന്ന രീതിക്ക് എടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരി ഇല്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരുപാട് കട്ടിയിൽ വേണ്ട, കുറച്ചൊന്ന് ലൂസാക്കണം. അപ്പം ഞാൻ ഇത് മുഴുവൻ ഒഴിച്ചതിന് ശേഷം ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കട്ടിയിലും അല്ല, എന്നാൽ ദോശൻ്റെ അത്രയും ലൂസ് ആവാൻ വേണ്ട, അങ്ങനെ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. കുറച്ചൊന്ന് പുളിച്ച് വരുമ്പോൾ വേറൊരു ഫ്ലേവറാണ് വരിക. അപ്പോൾ ഞാൻ ഇത്രയും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പം തന്നെ ചുട്ടെടുക്കാനാണ് സാധാരണ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇതിലേക്ക് നമ്മൾ അപ്പക്കാരൊന്നും ചേർക്കുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് അപ്പക്കാരം ഇല്ലാതെ കിട്ടും. നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അപ്പക്കാരം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ആരൊക്കെ വന്നിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ട് അവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടുള്ളപ്പോൾ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അപ്പോഴേക്കും ഇതിങ്ങനെ പൊങ്ങി വരും. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എന്നാലേ ഉള്ളിൽ നന്നായിട്ട് വെന്ത് നല്ലോണം ആരൊക്കെ വരുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും. ഫുള്ളും ഫ്ലെയിം ഇങ്ങനെ കൂട്ടി വെച്ച് ആദ്യം മുതലേ വേവിച്ച് കഴിഞ്ഞാൽ ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് വീണ്ടും ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. അപ്പം നമുക്ക് കുറച്ചൊന്ന് വെച്ചിട്ട് അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാണാൻ നമ്മുടെ മുട്ടസിർക്ക പോലെയാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് അല്ല. ഇത് നമുക്ക് സാധാരണ ചട്നിയുടെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ ചിക്കൻ കറി, മീൻ കറി ഒക്കെ അതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടെ കഴിക്കുകയാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ പുറം ഭാഗം നല്ല മുരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. കണ്ടോ, ഉള്ളിൽ ആരൊക്കെ വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നും ദോശയൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.